Hi students. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 21ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. The third term of an arithmetic sequence is 15 and the eighth term is 35. What is its 13th term and what is its 23rd term? Okay. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമേ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? തേർഡ് ടേം തന്നിട്ടുണ്ട് അല്ലേ? സോ A3 എന്ന് പറയുന്നത് എത്രയാ? 15 ആണ്. ഓക്കെ. പിന്നെ നമുക്ക് എത്രയാ? 8th ടേം തന്നിട്ടുണ്ട്. A8 എന്ന് പറയുമ്പോൾ എത്രയാടാ? 35. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്തൊക്കെയാ? 13th ടേം അല്ലേ? സോ A13 കണ്ടുപിടിക്കണം. പിന്നെ എന്തുവാ? A23 കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പം നമ്മൾ ഇപ്പം ഇനി പഠിക്കാൻ പോകുന്നത് പുതിയൊരു മെത്തേഡാണ്. ഓക്കെ. അപ്പം നമുക്ക് നേരത്തെ നമ്മളൊരു ഫോമുലയൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? ആ ഫോമുലയിൽ നിന്ന് ഉണ്ടാകുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അല്ലേ കോമൺ ഡിഫറൻസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്തായാലും അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസും നമ്മുടെ ഫസ്റ്റ് ടേം ഒരുമിച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അതെന്ന് പറയുന്നത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് ഫോമുലയൊക്കെ പഠിച്ചു, അല്ലാതെ നമുക്ക് അല്ലേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയായിരുന്നു? ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇതല്ല, നമുക്ക് വേറൊരു രീതിയിൽ പഠിക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. A3യുടെ ഫോമുല നമ്മൾ പഠിച്ചായിരുന്നു. എന്റെ ഫോമുല എന്തുവാ? an is equal to a plus n minus 1 into d. ഇതാണ് നമ്മുടെ ഫോമുല അല്ലേ? ഈ ഫോമുല വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം നോക്കിയേ, A3യുടെ ഫോമുല ആണെങ്കിലോ A3 is equal to a plus n minus 1 എന്ന് വെച്ചാൽ 3 minus 1 into d. നമുക്ക് എയും ഡിയും അറിയത്തില്ല അല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എയും കണ്ടുപിടിക്കാൻ പോവാണ്, ഡിയും കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ. ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് സോൾവ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? A3 is equal to a plus ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ 2d എന്ന് നമുക്ക് എഴുതാമല്ലോ അല്ലേ? 2 into d 2d. അപ്പം ഇത് നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇക്വേഷൻ നമ്പർ 1. അടുത്തത് A8ൻ്റെ കണ്ടുപിടിക്കുവാണ്. സോ A8 എന്ന് പറയുമ്പോൾ എങ്ങനെയാ? a പ്ലസ് n എന്ന് പറയുമ്പോൾ 8 മൈനസ് 1 ഇൻറ്റു ഡി. അപ്പം A8 എന്ന് പറയുമ്പോൾ എത്രയാ? നമുക്ക് a പ്ലസ് 7d എന്ന് എഴുതാം. ഓക്കെ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം അറിയാം. നോക്കിയേ, ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുവാണ്. ഇനി A3ക്ക് പകരം നമുക്കിവിടെ വാല്യൂ ഉണ്ട് എത്രയാ? 15. A8നും പകരം നമുക്കിവിടെ വാല്യൂ ഉണ്ട് എത്രയാ? 35. അപ്പോൾ നമുക്ക് അതങ്ങ് ഇട്ട് കൊടുക്കാമല്ലോ. ഇതിന് പകരം അല്ലെ 3ക്ക് പകരം 8ന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ആ വാല്യൂസും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാ. അപ്പോൾ എത്ര നമുക്ക് ഇടാം? ഇവിടെ 15 ഇടാം, ഇവിടെ 35 ഇടാം. ഓക്കെ. എന്നിട്ട് ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ നമ്മൾ പണ്ട് പഠിച്ച എലിമിനേഷൻ മെത്തേഡ് ഒന്നുകൂടെ നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു എന്ന്. തമ്മിൽ അങ്ങ് മൈനസ് ചെയ്യാൻ പോവാം. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടും. നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ എഴുതുവാണേ, അല്ല താഴത്തോട്ട് എഴുതണോ? മേലോട്ട് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? 15 വരെ നമുക്ക് ഒന്ന് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യാം. a പ്ലസ് 2d is equal to 15. ഓക്കെ. അത് അടുത്തതാണെങ്കിലോ a പ്ലസ് 7d is equal to 35. ഓക്കെ. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടെ മൈനസ് ചെയ്യാൻ പോവുക. അപ്പോൾ മൈനസ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കുക. താഴത്തെ കിടക്കുന്ന എല്ലാത്തിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കുക. ഇവിടെ എക്ക് എന്ത് വരുന്നു? പോസിറ്റീവാണ് അല്ലേ? നമ്മൾ ഇടത്തില്ല. അപ്പോൾ നെഗറ്റീവായി. 7 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരുന്നു, അത് നെഗറ്റീവായി. 35 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരുന്നു, അത് നെഗറ്റീവായി. അങ്ങനെ എല്ലാത്തിനെയും ലൈക്ക് ഓപ്പോസിറ്റ് സൈൻ ആക്കുക താഴത്തെ കിടക്കുന്നതിനെ. അപ്പം നോക്കിയേ, എയും വേയും കൂടെ തമ്മിൽ നമുക്ക് മൈനസ് ചെയ്ത് കളയാം, 0 കിട്ടും. ഇത് തമ്മിൽ മൈനസ് ചെയ്തുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കണ്ടോ? -7 + 2. അപ്പോൾ നമുക്ക് -5d എന്ന് കിട്ടും അല്ലേ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ അല്ലേ? 7ൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? മാത്രമാണോ നെഗറ്റീവ് സൈൻ ഇടുന്നത്? എന്ന് വെച്ചാൽ നമുക്ക് മൈനസ് ചെയ്യാനാട്ടാ. ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. മേലെ ഇടുന്നതിന് മേലെ ഇട്ടാലും കുഴപ്പമില്ല, എങ്ങനെ ഇടാം? ഒരു സ്ഥലത്ത് ഇട്ടാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനെ ക്യാൻസൽ ചെയ്ത് കളയണം, അത്രേ ഉള്ളൂ. അതിനാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ? എനിക്ക് മൈനസ് ചെയ്ത് കളയാൻ പറ്റി. അപ്പം മേളിലും മൈനസ് ഇടുവാണെങ്കിലും കളയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം, കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു ഇവിടെ എന്തുവാ? വലുത് ഡിയിലാണ് കിടക്കുന്നത്. സോ മൈനസ് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര നമുക്ക് കിട്ടും? 20 കിട്ടും അല്ലേ? സോ 20 എന്ന് കിട്ടി. സോ -d is equal to -20. അപ്പോൾ ഈ മൈനസും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? d is equal to 20. ഈ 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 5 ആകും അല്ലേ? സോ നമുക്ക് എത്ര കിട്ടും? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക്
5. 20 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടും അല്ലേ. 4 5 20 അങ്ങനെ. അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ 4 കിട്ടി. അപ്പോൾ ഡി 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇക്വേഷൻ 1ലേക്ക് ഞാൻ ഡീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡി ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ 1ലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡീനെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇട്ടൂടാ, ഇക്വേഷൻ 1 ഏതായിരുന്നു, ഇതല്ലേ. അപ്പോൾ നമുക്ക് a + 2 × 4 എന്ന് വരും. ഡിക്ക് പകരം ഞാൻ 4 ഇട്ട് കൊടുത്തു. = 15. a പ്ലസ് ഇതിനോട് ഇൻറ്റു ചെയ്യുമ്പോൾ 8 = 15. സോ a പ്ലസ് അല്ല 8നെ നമുക്ക് അല്ലേ +8നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താവും, a = a = 15 - 8 ആവും. സോ a = 15 - 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 7 കിട്ടും അല്ലേ. സോ a എന്ന് പറയുന്നത് നമുക്ക് 7 കിട്ടി. സെറ്റ് അല്ലേ. അപ്പം a എന്ന് പറയുന്ന വാല്യൂയും കിട്ടി, d എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇത് ചെയ്തപ്പോൾ പെട്ടെന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഈ ഇക്വേഷൻ ടൈപ്പ് തന്നെ പോവുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റേ സാധനവും ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും d. എന്നിട്ട് നമ്മൾ a പിന്നെ കണ്ടുപിടിക്കാൻ നിൽക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എയും ഡിയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്തൊക്കെയായിരുന്നടാ, A13 A23 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ഞാനിതെല്ലാം ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കളയുക. ഓക്കെ, ഇവിടെ എഴുതാം. സെറ്റല്ലേ. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആദ്യം തന്നെ A13 ആണ്. സോ A13 = A + 13 - 1 × D. ഓക്കെ, അപ്പം A13 കണ്ടുപിടിക്കണമെങ്കിൽ a എന്ന് പറയുമ്പോൾ എത്രയാണ്, നമുക്ക് 7 കിട്ടിയായിരുന്നു. 7 + 13 - 1 എന്ന് പറയുമ്പോൾ 12. 12 × d എന്ന് പറയുമ്പോൾ 4. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് പ്ലസ് ചെയ്യണം. സോ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 7 + ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടും. സോ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 55 കിട്ടി. A13 നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ഇവിടെ റബ്ബ് ചെയ്യുവാണ്. ഇത്രയും കൂടെ കളയുക. ഇത് നിങ്ങളെ എഴുതിയെടുക്കുക ബുക്കിലേക്ക് വൃത്തിയായിട്ട്. ഓക്കെ, എങ്ങനെ വരും ഇവിടെ, നമുക്ക് a എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു, 7 ആണ്. d എന്ന് പറയുമ്പോൾ എത്രയാടാ, 4 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഏതായിരുന്നു, A23 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, A23 = A + 23 - 1 × d എന്ന് വരും. സോ a + 23 - 1 എന്ന് പറഞ്ഞാൽ 22 × d എന്ന് പറയുമ്പോൾ എത്രയാ, 4. അയ്യോ, ഇവിടെ എക്ക് വരെ ഞാൻ 7 ഇട്ട് കൊടുക്കാം അല്ലേ. 7. അപ്പോൾ 7 പ്ലസ് ഇതിൻ്റെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 88. ഇതിനോട് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 95 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് കിട്ടി അല്ലേ. അപ്പോൾ A13 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 55 എന്നും കിട്ടി. A23 എന്ന് പറയുമ്പോൾ നമുക്ക് 95 എന്ന് കിട്ടി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോമൺ ഡിഫറൻസ് നമുക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. എങ്ങനെയായിരുന്നടാ, കോമൺ ഡിഫറൻസ് = ടേം ഡിഫറൻസ് എന്ന് വെച്ചാൽ 35 - 15 / 8 - 3 അല്ലേ. ഇപ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടും, 20/5. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 4 തന്നെ കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണ്ടേ, നമ്മൾ ഇതിനകത്ത് നിന്ന് അല്ലേ ഇക്വേഷനിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അല്ലേ. ഈ കോമൺ ഡിഫറൻസ് ഇട്ട് കൊടുത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ A3 = A + എങ്ങനെയാ, 3 - 1 × 4 എന്ന് പറഞ്ഞിട്ട് A3ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും, 15 ഇട്ട് കൊടുക്കും. 15 = A + 2 × 4 അല്ലേ. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി എയുടെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോഴും നമുക്ക് 7 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അതാണ് സിമ്പിൾ ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ അത് ഓൾറെഡി പഠിച്ചാണ്. അപ്പോൾ നമ്മൾ പുതിയ മെത്തേഡ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ മെത്തേഡ് വെച്ചായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റേ രീതിയിലും ചെയ്യാം. പക്ഷേ പരീക്ഷയ്ക്ക് നമുക്ക് 2 മെത്തേഡ്സ് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് കൂടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.